നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഒരു വീട് പണിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പലരും ചോദിക്കാറുണ്ട്, ഒരു വീട് പണി തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു വീട് പണിയെ പറ്റി ഒന്നും അറിയാതെ എങ്ങനെ ഒരു വീട് പണി തുടങ്ങണം? ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് കാര്യങ്ങളൊക്കെ റെഡി ആണെങ്കിൽ നമുക്കൊരു വീട് പണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പലരും ശങ്കിച്ച് നിൽക്കാറുണ്ട്. അതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് വസ്തു ഉണ്ടായിരിക്കാം. അപ്പോൾ വീട് പണിക്ക് തുടക്കം എങ്ങനെയാണ്? ഒരു കോൺട്രാക്ടറെ ആണോ ആദ്യം കണ്ടുപിടിക്കേണ്ടത്? ഒരു പ്ലാൻ ആണോ ആദ്യം വരപ്പിക്കേണ്ടത്? ഇനി അതല്ല, ഒരു ആർക്കിടെക്റ്റിനെ ആണോ കാണേണ്ടത്? അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ ഇറക്കി കൊടുത്ത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളാണ്. അപ്പോൾ ഒന്നാമത് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വസ്തുവാണ്. നമ്മുടെ സ്വന്തം പേരിൽ, ആ സ്വന്തം പേരിലല്ല, ആരുടെ പേരിലാണോ വസ്തു ആ പേരിലായിരിക്കും നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വസ്തു ഉണ്ടെങ്കിൽ നമ്മുടെ പേരിലായിരിക്കും വീടിന്റെ പെർമിറ്റ് കിട്ടുന്നത്. ഇനിയല്ല, നമ്മുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ പേരിലാണെങ്കിൽ ആ പേരിലായിരിക്കും നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്നത്. അവരുടെ വസ്തുവിലാണ് ചെയ്യുന്നത്. ഇനി മാതാപിതാക്കൾ ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ പേരിലേക്ക് വേണമെങ്കിൽ വസ്തു പേര് മാറ്റി എടുത്തിട്ട് വീട് പണിതാൽ അവരുടെ പേരിലായിരിക്കും പെർമിറ്റ് കിട്ടുന്നത്. ആരുടെ പേരിലാണോ വസ്തു, നമ്മൾ ആരുടെ പേരിലാണോ കരമടയ്ക്കുന്നത് ആ പേരിലായിരിക്കും നമുക്ക് ബിൽഡിംഗ് പെർമിറ്റും എടുക്കാൻ പറ്റുന്നത്. നമുക്ക് ആദ്യമായിട്ട് വസ്തു വേണം. 1 സെന്റ് തൊട്ട് എത്ര സെന്റ് വസ്തുവിൽ വേണമെങ്കിലും നമുക്ക് വീട് വെക്കാം. വസ്തുവിന് ഇത്ര സെന്റ് വേണം എന്നൊരു ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് ആ ബിൽഡിംഗ് റൂൾ ഉണ്ട്. ആ ബിൽഡിംഗ് റൂളിനകത്ത് നിന്നുകൊണ്ട് വീട് പണിയണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് റോഡിൽ നിന്നുള്ള വീടിന്റെ അകലം, അതുപോലെ അതിരിൽ നിന്നുള്ള മറ്റു വസ്തുവിൽ നിന്നുള്ള അകലം, അല്ലെങ്കിൽ പുറകുവശമാണെങ്കിൽ പുറകിലെ അതിരിൽ നിന്നുള്ള അകലം, അങ്ങനെ മിനിമം ആ ബിൽഡിംഗ് റൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന അളവുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വീട് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ബിൽഡിംഗ് റൂളുമായിട്ട് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ആദ്യം നമുക്ക് വസ്തുവാണ് വേണ്ടത്. വസ്തു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതിലേക്കുള്ള വഴി സൗകര്യം ഉണ്ടോ, വെള്ളത്തിനുള്ള സോഴ്സ്, നമുക്ക് എന്ത് പണി തുടങ്ങണമെങ്കിൽ നമുക്ക് വെള്ളം വേണം. ഇപ്പൊ കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ എന്താണോ നമുക്ക് വെള്ളത്തിന് സോഴ്സ് ഉള്ളത് അത് നമ്മൾ ആദ്യമായിട്ട് റെഡിയാക്കുക. പിന്നെ അതുപോലെയാണ് ഇലക്ട്രിക് കണക്ഷൻ. നമുക്കൊരു വീട് വെക്കണമെങ്കിൽ എന്തായാലും ഒരു ഇലക്ട്രിക് കണക്ഷൻ ആവശ്യമുണ്ട്. ഇപ്പം പണി തുടങ്ങണമെങ്കിലും, ഇപ്പം കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കണമെങ്കിലും, മോട്ടോർ വെക്കണമെങ്കിലും, എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്കൊരു ഇലക്ട്രിക് കണക്ഷന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ റെഡിയാക്കുക. പിന്നീട് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം. നമുക്കൊരു വസ്തു ഉണ്ടെങ്കിൽ, ആ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പഞ്ചായത്ത് ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും അവിടെ നിന്നൊരു ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറയും. അപ്പോൾ അത് എടുത്തിട്ട് മാത്രമേ നമുക്ക് വീട് പണിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ആരെടുക്കണം? ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്, ഞാനൊരു വീടിന്റെ പ്ലാൻ വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നേരിട്ട് പഞ്ചായത്തിൽ ചെന്നാൽ പെർമിറ്റ് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവരെ കൊടുത്തു കഴിഞ്ഞാൽ പെർമിറ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ ശരിയായ രീതി എന്ന് പറഞ്ഞത് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയർ, അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടാണ് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കേണ്ടത്. അപ്പൊ അത് ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത്, നമ്മളല്ലാതെ നേരിട്ട് പോയല്ല. അപ്പൊ അവർക്ക് ഒരു ലൈസൻസ്ഡ് എഞ്ചിനീയർ ആയതുകൊണ്ട് അവർക്ക് അതിന് അപേക്ഷിക്കാനുള്ള അനുമതി ഉള്ളൂ. അപ്പൊ അവരിൽ ത്രൂ ആണ് നമുക്ക് ആ പെർമിറ്റിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ നേരിട്ട് ചെന്നാൽ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടില്ല. അപ്പൊ കേസ്മാർട്ട് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വഴിയാണ് അത് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പ്ലാൻ വരച്ചൊക്കെ നേരിട്ട് കൊണ്ട് കൊടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പം ആ ലൈസൻസ്ഡ് എഞ്ചിനീയർ ത്രൂ ആണ് നമുക്ക് കൊടുക്കാം. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഒരു അവൈലബിലിറ്റി അനുസരിച്ച് അവർ പ്ലാൻ വരച്ച് കേസ്മാർട്ട് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുത്ത് അതിന്റെ ഡ്രോയിങ് 2D 3D ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിന്റെ ബിൽഡിംഗ് പെർമിറ്റിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പം ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണമെങ്കിൽ എന്തൊക്കെ പേപ്പറുകളാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് ആധാരം ഉണ്ടായിരിക്കണം. ആരുടെ പേരിലാണോ വസ്തു അവരുടെ ആധാരം ഉണ്ടാകും, ഒറിജിനൽ ആധാരം വേണം. കരമടച്ച രസീത്, അതായത് നമ്മുടെ ടാക്സ് റെസിപ്റ്റ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ 2025-26 വർഷത്തിലെ കരമടച്ച രസീത് വേണം. പിന്നെ അതുപോലെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് അക്ഷയ ത്രൂ കിട്ടും. അതുപോലെ ലൊക്കേഷൻ സ്കെച്ച്, അത് വില്ലേജിൽ നിന്ന് കിട്ടും. അങ്ങനെയുള്ള പേപ്പറുകൾ, ഇത്രയും പേപ്പറുകളാണ് ആധാരം, കരമടച്ച രസീത്, ലൊക്കേഷൻ സ്കെച്ച്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റിന് ആവശ്യമായിട്ട് വേണ്ടത്. ഇത്രയും പേപ്പറുകൾ നമ്മൾ ആ എഞ്ചിനീയറെ ഏൽപ്പിച്ചാൽ പിന്നീട് നമുക്ക് പ്ലാൻ വരയ്ക്കണം. പ്ലാൻ വരയ്ക്കണമെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ ഒരു റിക്വയർമെന്റ് എന്താണെന്നനുസരിച്ചാണ് നമുക്ക് പ്ലാൻ വരയ്ക്കേണ്ടത്. ഇപ്പൊ നമുക്ക് 2 ബെഡ്റൂം ഉള്ള വീട് വേണോ, 3 ബെഡ്റൂം ഉള്ള വീട് വേണോ, അതുപോലെ നമുക്ക് സ്ക്വയർ ഫീറ്റ് ഒരു 500 സ്ക്വയർ ഫീറ്റ് ആണോ, 1000 സ്ക്വയർ ഫീറ്റ് ആണോ? അപ്പോൾ നമ്മുടെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചായിരിക്കും നമ്മുടെ ബഡ്ജറ്റ് കൂടുന്നത്. അപ്പോൾ ഒരു 1500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കുന്ന ബഡ്ജറ്റ് അല്ല 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വെക്കുന്നത്. അപ്പം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചായിരിക്കണം നമ്മൾ പ്ലാൻ വരയ്ക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഏരിയ ഉള്ള അല്ലെങ്കിൽ 4-5 ബെഡ്റൂം വലിയൊരു വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പ്ലാൻ വരയ്ക്കാവുന്നേ ഉള്ളൂ, നമുക്കത് പണിയാനായിട്ട് പറ്റില്ല. നമ്മുടെ നിലവിൽ ഇപ്പം എത്രയാണ് അതിന്റെ ബഡ്ജറ്റ് എന്ന് ചോദിച്ചാൽ, നമുക്ക് സ്ക്വയർ ഫീറ്റ് അനുസരിച്ചും വീടിന്റെ പ്ലാൻ അനുസരിച്ചും അതിന്റെ ഫിനിഷിംഗ് അനുസരിച്ചും അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അനുസരിച്ചും ഒക്കെ നമുക്ക് നിലവിൽ സ്ക്വയർ ഫീറ്റിന് പല റേറ്റുകളിൽ ചെയ്യാം. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ മുൻപ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 2200-2300 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും. ഇനി മെറ്റീരിയൽസോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാനോ 3D ഒക്കെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ, വലിയ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ് കൂടും. ഇപ്പം സിമെന്റ് കട്ട വെച്ച് ചെയ്യുന്നതും റെഡ് ബ്രിക്ക് വെച്ച് ചെയ്യുന്നതും മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് സ്ക്വയർ ഫീറ്റ് വ്യത്യാസം വരും. അതുപോലെ ഡോർസ് വിൻഡോസ് ഒക്കെ സാധാരണ സ്റ്റീലോ അങ്ങനെയൊക്കെ ഉള്ള വെച്ച്
ചെയ്യുന്നതും ഇനി തടി വെച്ച് ചെയ്യുന്ന തടിയിൽ തന്നെ തേക്ക് തടിയിലേക്കൊക്കെ മാറുകയാണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം വരും. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. അതിനനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ആദ്യം നമ്മൾ ഇതെല്ലാം നോക്കി നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു പ്ലാൻ വരപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുക. അത്രയും കാര്യങ്ങൾ ചെയ്താലേ നമുക്കൊരു വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് വഴി സൗകര്യം, അതുപോലെ വെള്ളം, കറണ്ട്, പിന്നെ ബിൽഡിംഗ് പെർമിറ്റ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ബഡ്ജറ്റാണ്. നമുക്ക് ലോൺ ആണെങ്കിൽ അത് ഇപ്പം ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടെങ്കിൽ ലോണിനേക്കുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ലോണിലാണെങ്കിലും ലോൺ എടുക്കുന്നതിനാണെങ്കിലും ഈ വസ്തുവിന്റെ ആധാരം, മുന്നാധാരം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ബാങ്കുകാർ പറയുന്നതനുസരിച്ച് നമ്മൾ റെഡിയാക്കി കൊടുക്കണം. അപ്പൊ അതിൽ ഒരു കാര്യമാണ് ഈ ബിൽഡിംഗ് പെർമിറ്റ് എന്നുള്ളത്. ബിൽഡിംഗ് പെർമിറ്റ്, എസ്റ്റിമേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം റെഡി ആക്കിയിട്ടായിരിക്കണം നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത്രയും റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോൺട്രാക്ട് കൊടുക്കുക എന്നുള്ള. കോൺട്രാക്ട് കൊടുക്കണോ, ഇനി അതല്ല നമ്മൾ നേരിട്ട് പണി ചെയ്യണോ എന്നുള്ളതാണ്. നേരിട്ട് പണി ചെയ്യണമെങ്കിൽ തന്നെ പല രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ മേടിച്ച് കൊടുത്തിട്ട് ലേബർ കോൺട്രാക്ട് ആയിട്ട് കൊടുക്കാം, സ്ക്വയർ ഫീറ്റിന് ലേബർ കോൺട്രാക്ട് ആയിട്ട് കൊടുക്കാം. ഇനി അതല്ല നമുക്ക് ഡയറക്റ്റ് തച്ചിന് ഒരാൾക്ക് ശമ്പളം ദിവസക്കൂലി കൊടുത്തുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഷട്ടറിംഗ് മെറ്റീരിയൽസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടൂൾസ് കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ലേബർ കോൺട്രാക്ട് വർക്ക് കൊടുക്കാം. ഇനി അതല്ല സ്ക്വയർ ഫീറ്റിൽ മെറ്റീരിയൽ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് സ്ട്രക്ചർ വരെ, അതിന്റെ തേപ്പ് വരെയുള്ള പണികൾ, പ്ലാസ്റ്ററിംഗ് വരെയുള്ള പണികൾ നമുക്ക് വേണമെങ്കിൽ ലേബർ കോൺട്രാക്ട് ആയിട്ട് കൊടുക്കാം. പിന്നീട് ടൈലിംഗ്, പെയിന്റിങ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ല നമുക്ക് ആളുകൾ സ്ഥലത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അറിവില്ല എന്നുണ്ടെങ്കിൽ ഫുൾ കോൺട്രാക്ട് ആയിട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്ത് ഫുൾ മെറ്റീരിയൽ അടക്കം മൊത്തത്തിൽ കോൺട്രാക്ട് കൊടുക്കാം. അപ്പോൾ അവരെ അതിന്റെ ഫുൾ ഫിനിഷ് ചെയ്ത് അതിന്റെ ചാവി ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ അത് ഫുള്ളായിട്ട് അതിന്റെ പ്ലാൻ തൊട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അതിന്റെ പ്ലാന്, അതിന്റെ ഡിസൈനിങ്, ബിൽഡിംഗ് പെർമിറ്റ് തുടങ്ങി അതിന്റെ തുടക്കം തൊട്ടുള്ള പണികൾ തീർത്ത് അതിന്റെ കംപ്ലീഷൻ വരെയുള്ള രീതിയിൽ പണികൾ ചെയ്യാം. ആ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ തുടക്കം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വീടിന്റെ ഫുൾ ഹാൻഡിങ് ഓവർ വരെയുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഇന്റീരിയർ അടക്കം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഇന്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ്, അതിനകത്ത് വരുന്ന മറ്റ് ലൈറ്റ് ഫിറ്റിംഗ്സുകൾ, അങ്ങനെയുള്ള ഫുൾ അടക്കം വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ല, അതൊക്കെ നമ്മൾ ഇന്റീരിയർ ഒഴിച്ച് ബാക്കിയുള്ള പണികൾ ചെയ്ത് ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തിട്ട് അത് വേറൊരാളെ കൊണ്ട് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ട് അതിനനുസരിച്ച് ഇന്റീരിയർ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ പണികൾ ചെയ്യാം. അപ്പൊ അങ്ങനെ ഓരോ പല രീതികളിൽ നമുക്കിപ്പോൾ നാട്ടിൽ പണികൾ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അറിയണം, നമ്മുടെ വീടിന്റെ പ്ലാൻ അറിയണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആ പണികൾ ഏൽപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ബിൽഡിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കബളിപ്പിക്കലുകളുണ്ട്. കബളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പറയുന്ന രീതിയിൽ വർക്കുകൾ ചെയ്യുന്നില്ല. ഇനി അതല്ല, നമ്മൾ പൈസ മേടിച്ചിട്ട് പണി ചെയ്യുന്നില്ല, കോൺട്രാക്ടർമാർ കളിപ്പിച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടും വർക്ക് നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യുന്നില്ല. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഗ്രിമെന്റ് വെക്കുക എന്നുള്ളത്. നമ്മൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോൺട്രാക്ടറും നമ്മളുമായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കണം. അപ്പം അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടുണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാൻ ഏതാണ്, അതിനകത്ത് എന്തൊക്കെ രീതിയിലുള്ള വർക്കുകളാണ് വരുന്നത്, ഇനി ഫുൾ വർക്കാണോ, ഇനി ഇന്റീരിയർ ഉൾപ്പെടെയുള്ള വർക്കുകളാണോ, ഇലക്ട്രിക് പോയിന്റ് എന്തൊക്കെ ചെയ്യും, ഇലക്ട്രിക്കലിന് ഉപയോഗിക്കുന്ന വയർ ഏതാണ്, സ്വിച്ച് ഏതാണ്, പ്ലംബിംഗ് ആണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ഫിറ്റിക്സുകൾ ഏതാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചായിരിക്കും നമ്മൾ എഗ്രിമെന്റ് വെക്കുന്നത്. ആ എഗ്രിമെന്റും കൂടെ വെച്ചിട്ടായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇതേപോലെയുള്ള കബളിപ്പിക്കലുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണോ ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വേറെ ഒരു എഞ്ചിനീയറെ കൊണ്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ തന്നെയാണോ അവർ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞ പോലാണോ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് ആ വീട് പണി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ നമ്മളൊരു വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പലരും പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ സ്റ്റെപ്പായിട്ട്. അല്ലെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുന്നതിന് എത്ര രൂപയാവും, അതിന്റെ ഫൗണ്ടേഷൻ ചെയ്യുന്നതിന് എത്ര രൂപയാവും, അതിന്റെ ടൈലിംഗ് ചെയ്യുന്നതിന് എത്ര രൂപയാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. നമ്മൾ ബേസിക് ആയിട്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്ക് ബേസിക് ആയിട്ട് എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ ആ വർക്ക് ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്നൊന്ന് അറിയാനായിട്ടാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മറ്റു വീഡിയോകൾ കണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മളൊരു വീടിന്റെ 2D ഡ്രോയിങ്, അതുപോലെ 3D ഡ്രോയിങ്, ബിൽഡിംഗ് പെർമിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.